നമസ്കാരം. ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരയ്ക്കും അതുപോലെ തന്നെ ICC ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആകും അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി 3 ടീമുകളെയും പ്രഖ്യാപിക്കുകയെന്നാണ് വിവരം. ഇംഗ്ലണ്ടുമായി T20 ഏകദിന പരമ്പരകളാണ് ഈ മാസവും അടുത്ത മാസവുമായി ഇന്ത്യ കളിക്കുക. 22 മുതലാണ് 5 T20കളുടെ പരമ്പര നടക്കാനിരിക്കുന്നത്. ഏകദിന പരമ്പര ഫെബ്രുവരി 6-നാണ്. അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യൻ സംഘം UAEയിലേക്ക് പറക്കുക. ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിലാണ്. ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ട് ഏറെക്കുറെ അതേ ടീമിനെ തന്നെയാകും ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യ തിരഞ്ഞെടുക്കുക. എന്നാൽ T20 പരമ്പരയ്ക്കായി മറ്റൊരു ടീമായിരിക്കും ഇറങ്ങുന്നത്. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരകളിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിലും ഇടം ലഭിച്ചേക്കുക ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും. 3 ടീമുകളിലും ഉൾപ്പെടാൻ സാധ്യതയുള്ളവരെ നോക്കാം. ഇന്ത്യയുടെ T20 ടീമിലും അതുപോലെ തന്നെ ഏകദിന ടീമിലും ICC ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ എന്നീ 3 ഫോർമാറ്റിലും സ്ഥാനം ലഭിച്ചേക്കുക വെറും 5 പേർക്ക് മാത്രമായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ചില സൂപ്പർ താരങ്ങൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും ഇല്ല. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ നായകൻ വിരാട് കോഹ്ലി, സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിന് പിന്നാലെ ഈ ഫോർമാറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദിന ടീം, ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് എന്നിവയിൽ മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ, സ്പിൻ ബോളിംഗ് സെൻസേഷനായ അക്ഷർ പട്ടേൽ, ഇടം കയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ 3 ടീമുകളിലേക്കും നടക്കു വീഴാൻ പോകുന്ന 5 കളിക്കാർ. 5 താരങ്ങൾക്ക് ഇന്ത്യയുടെ 3 വ്യത്യസ്ത ടീമുകളിലും സീറ്റ് ഗ്യാരണ്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇവരിൽ 3 പേർ മാത്രമാണ് എല്ലാ ടീമുകളിലും 100% സ്ഥാനം ഉറപ്പുള്ള ആളുകൾ. ഇത് ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും അർഷ്ദീപ് സിംഗുമാണ്. യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ എന്നിവരുടെ കാര്യത്തിൽ ഇനിയും ഉറപ്പായിട്ടില്ല. ദൈർഘ്യമേറിയ ഓസ്ട്രേലിയൻ പര്യടനം കളിച്ച ശേഷമാണ് ജയ്സ്വാൾ നാട്ടിൽ തിരിച്ചെത്തിയത്. അതിനു മുൻപ് ന്യൂസിലൻഡുമായി നാട്ടിൽ നടന്ന 3 ടെസ്റ്റുകളിലും അദ്ദേഹം കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടുമായുള്ള T20 പരമ്പരകളിൽ ജയ്സ്വാളിന് വിശ്രമം നൽകിയേക്കും. അങ്ങനെ വന്നാൽ ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുകയുള്ളൂ. സഞ്ജുവിൻ്റെ കാര്യം എടുത്താൽ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പാണെന്ന് പറയാം. ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ മാത്രമല്ല, ഓപ്പണറും സഞ്ജു തന്നെയായിരിക്കും. എന്നാൽ ഏകദിനത്തിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പില്ല. രണ്ടിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് രാഹുലാണ് ഫേവറേറ്റ്. ബാക്കപ്പ് സ്ഥാനത്തിന് വേണ്ടി സഞ്ജുവും ഋഷഭ് പന്തുമാണ് പോരടിക്കുന്നത്. ഇവരിൽ ആരെ ഉൾപ്പെടുത്തണം എന്നത് ഗൗതം ഗംഭീറിന്റെ കൂടി അഭിപ്രായം അനുസരിച്ചായിരിക്കും സെലക്ടർമാർ തീരുമാനിക്കുക. ഗംഭീറിന് കൂടുതൽ പ്രിയം സഞ്ജുവിനോടായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണ കിട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആവശ്യപ്പെട്ടേക്കുക ഋഷഭിനെ ആയിരിക്കും. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.